നമസ്കാരം. ഇന്നത്തെ ക്ലാസ്സിൽ പ്രീ പ്രൈമറി ടീച്ചറിൻ്റെ എക്സാം സ്പെഷ്യൽ ക്ലാസ് ആണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. അപ്പോൾ ഇതിനു മുമ്പുള്ള ക്ലാസ്സുകൾ കണ്ടിട്ടില്ലെങ്കിൽ കൂട്ടുകാർ കണ്ടു നോക്കുക. പ്ലേലിസ്റ്റിൽ എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. സഹപാഠികളുടെ ചെറു സംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? സഹപാഠികളുടെ ചെറു സംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ എങ്ങനെ വിശേഷിപ്പിക്കാം? ഓപ്ഷൻസ് ഇതാണ്. ഉദ്ദേശാധിഷ്ഠിത പഠനം, ഗ്രൂപ്പ് പഠനം, സഹപഠനം, സഹകരണാത്മക പഠനം. ഏതായിരിക്കും? ഓപ്ഷൻ ഒന്നുകൂടി പറയാം. ഉദ്ദേശാധിഷ്ഠിത പഠനം, ഗ്രൂപ്പ് പഠനം, സഹപഠനം, സഹകരണാത്മക പഠനം. സഹപാഠികളുടെ ചെറു സംഘം ഒരു പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിനെ നമുക്ക് എങ്ങനെ വിളിക്കാം? സഹകരണാത്മക പഠനം എന്ന് വിശേഷിപ്പിക്കാം. എങ്ങനെ? സഹകരണാത്മക പഠനം. അപ്പോൾ നമുക്ക് പഠന തന്ത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. 4 കാറ്റഗറിയാണ് ഉള്ളത്. ഒന്നാമത്തെ സംവാദാത്മക പഠന തന്ത്രങ്ങൾ. ഏതാണ്? സംവേദാത്മക പഠന തന്ത്രങ്ങൾ, ഗവേഷണാത്മക പഠന തന്ത്രങ്ങൾ, നിർമ്മാണാത്മക പഠന തന്ത്രങ്ങൾ, സർഗാത്മക പഠനതന്ത്രങ്ങൾ. ഏതൊക്കെയാണ് 4 എണ്ണങ്ങൾ? ഒന്നാമത്തെ സംവാദാത്മക പഠനതന്ത്രങ്ങൾ. അതിൽ വരുന്നത് അതിന് എക്സാമ്പിൾ ഏതൊക്കെയായിരിക്കും? സംവാദാത്മക പഠനതന്ത്രങ്ങൾക്ക് ചർച്ച, സംവാദം, സെമിനാർ. സംവാദാത്മക പഠനതന്ത്രങ്ങൾ ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? ചർച്ച, സംവാദം, സെമിനാർ. അടുത്തതാണ് രണ്ടാമത്തെയാണ് ഗവേഷണാത്മക പഠനതന്ത്രങ്ങൾ. ഗവേഷണത്തിന് ഏതൊക്കെയായിരിക്കും ഉദാഹരണം? പ്രോജക്റ്റ്, സർവേ. ഏതാണ്? പ്രോജക്റ്റ്, സർവേ. അടുത്തതാണ് നിർമ്മാണാത്മക തന്ത്രങ്ങൾ. അതിന് ഉദാഹരണമാണ് മോഡലുകളുടെ നിർമ്മാണം, രൂപങ്ങൾ, പഠന ഉപകരണങ്ങൾ എന്നിവയുടെ നിർമ്മിതി, ICT പ്രയോജനപ്പെടുത്തി തയ്യാറാക്കുന്ന സാമഗ്രികൾ. നിർമ്മാണാത്മക തന്ത്രങ്ങൾക്ക് ഉദാഹരണം ഏതൊക്കെയാണ്? മോഡലുകളുടെ നിർമ്മാണം, രൂപങ്ങൾ, പഠനോപകരണങ്ങൾ എന്നിവയുടെ നിർമ്മിതി, ICT പ്രയോജനപ്പെടുത്തി തയ്യാറാക്കുന്ന സാമഗ്രികൾ. 4ാമത്തെ പഠനതന്ത്രമാണ് സർഗാത്മക പഠനതന്ത്രങ്ങൾ. ഏതാണ്? സർഗാത്മക പഠനതന്ത്രങ്ങൾ. അതിനുദാഹരണമാണ് പാഠഭാഗങ്ങളിലെ ആശയം നാടകമാക്കൽ, റോൾ പ്ലേ, പാവനാടകം, സംഗീതാവിഷ്കാരം, നൃത്താവിഷ്കാരം. ഏതൊക്കെയാണ് സർഗാത്മക പഠനതന്ത്രങ്ങൾ? പാഠഭാഗങ്ങളിലെ ആശയം നാടകമാക്കൽ, റോൾ പ്ലേ, പാവനാടകം, സംഗീതാവിഷ്കാരം, നൃത്താവിഷ്കാരം. ഓക്കെ, ഇനി സംഘപഠനതന്ത്രങ്ങൾ നോക്കാം. അപ്പോൾ സംഘപഠനതന്ത്രങ്ങളെ 3ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പിയർ ലേണിംഗ്, അതായത് സമസംഘ പഠനം. പിയർ ലേണിംഗ്, സമസംഘ പഠനം. രണ്ടാമത്തെ കോപ്പറേറ്റീവ് ലേണിംഗ്, സഹകരണാത്മക പഠനം. കോപ്പറേറ്റീവ് ലേണിംഗ്, സഹകരണാത്മക പഠനം. 3ാമത്തെയാണ് കൊളാബറേറ്റീവ് ലേണിംഗ്, സഹവർത്തിത പഠനം. കൊളാബറേറ്റീവ് ലേണിംഗ്, സഹവർത്തിത പഠനം. അപ്പോൾ നമുക്ക് ആദ്യത്തെ നോക്കാം. സമസംഘ പഠനം. എന്തായിരിക്കും സമസംഘ പഠനം എന്ന് പറഞ്ഞാൽ? സമാന താല്പര്യമുള്ള 2 പഠിതാക്കളുടെ സംഘമാണ് ഏത്? സമസംഘ പഠനം. സമാന താല്പര്യമുള്ള 2 പഠിതാക്കളുടെ സംഘത്തെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് സമസംഘ പഠനമെന്ന് പറയുന്നത്. അവരെങ്ങനെയായിരിക്കും പഠിക്കുക? അതായത് ഒരു നിശ്ചിത പഠന ലക്ഷ്യം നേടുന്നതിന് അവരെന്ത് ചെയ്യും? പരസ്പരം ചർച്ചകളും സംവാദങ്ങളും എന്നിവ നടത്തുന്നു. അവരെങ്ങനെയായിരിക്കും? ഒരു നിശ്ചിത പഠന ലക്ഷ്യം അവർക്കുണ്ടാവും. ആ പഠന ലക്ഷ്യം നേടുന്നതിന് വേണ്ടി അവർ പരസ്പരം ചർച്ചകളും സംവാദങ്ങളൊക്കെ നടത്തുന്നു. ഇതാണ് സമസംഘ പഠനം. 2 പഠിതാക്കളുള്ളൂ കേട്ടോ സമസംഘ പഠനത്തിൽ. അടുത്തതാണ് സഹകരണാത്മക പഠനം അഥവാ കോപ്പറേറ്റീവ് ലേണിംഗ്. ഇതെന്താണ്? കേവലം കുട്ടികളെ സംഘങ്ങളാക്കി പഠിപ്പിക്കുന്നതിൽ ഉപരി കുട്ടികളിൽ പരസ്പരാശ്രിതത്വം രൂപപ്പെടുത്തുന്ന പ്രക്രിയ കൂടിയാണ് ഏത്? സഹകരണാത്മക പഠനം. കുട്ടികളെ സംഘങ്ങളാക്കി പഠിപ്പിക്കുന്നതിൽ ഉപരി എന്താണ് വരുന്നത്? കുട്ടികളിലെ പരസ്പരാശ്രിതത്വം രൂപപ്പെടുത്തുന്ന പ്രക്രിയ കൂടിയാണ് സഹകരണാത്മക പഠനം. വ്യത്യസ്ത നിലവാരക്കാരായ കുട്ടികളുടെ ചെറു സംഘങ്ങളിൽ ലഭിക്കുന്ന വൈവിധ്യമാർന്ന പഠന അനുഭവങ്ങൾ അവരുടെ ധാരണകളും ശേഷികളും വികസിപ്പിക്കുന്നതിന് സഹായിക്കുന്നു. എന്താണ്? വ്യത്യസ്ത നിലവാരക്കാരായ കുട്ടികളുടെ
ചെറു സംഘങ്ങൾ, ആ വാക്ക് ഓർത്തിരിക്കണേ, വ്യത്യസ്ത നിലവാരക്കാരാണ്. പല ടൈപ്പിലുള്ള കുട്ടികളും എന്തിലുണ്ടാവും? സഹകരണാത്മക പഠനത്തിലുണ്ടാവും. വൈവിധ്യമാർന്ന പഠനാനുഭവങ്ങൾ അവരുടെ ധാരണകളും ശേഷികളും വികസിക്കുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? സഹകരണാത്മക പഠനം വഴി സഹായിക്കുന്നുണ്ട്. അപ്പം എന്താണ്? സഹപാഠികളുടെ ചെറു സംഘം പൊതു ഉദ്ദേശം മുൻനിർത്തി പ്രവർത്തിക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറഞ്ഞു? സഹകരണാത്മക പഠനമെന്ന് പറഞ്ഞു. എന്താണ് പറഞ്ഞത്? അതായത് ഇത്രേ ഉള്ളൂ. നമ്മുടെ ക്ലാസ്സിലെ കുഞ്ഞുങ്ങളെ ഗ്രൂപ്പുകളായിട്ട് തിരിക്കുന്നു. അതിനകത്ത് എല്ലാ കാറ്റഗറിയിൽപ്പെട്ട കുഞ്ഞുങ്ങളും ഉണ്ടാവും. ഇനി അടുത്തതാണ് ഏത്? സഹവർത്തിത പഠനം അഥവാ കൊളാബറേറ്റീവ് ലേണിംഗ്. 2 അതിലധികമോ അംഗങ്ങളുള്ള ഒരു സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് സഹവർത്തിത പഠനം. എന്താണ് സഹവർത്തിത പഠനം? 2 അതിലധികമോ അംഗങ്ങളുള്ള ഒരു സംഘം ഒരു പ്രശ്നം പരിഹരിക്കുന്നതിനോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനം പൂർത്തിയാക്കുന്നതിനോ ഒരു ഉൽപ്പന്നം സൃഷ്ടിക്കുന്നതിനോ ഉള്ള ശ്രമത്തിൽ ഉൾച്ചേർന്ന് പ്രവർത്തിക്കുന്നതാണ് ഏത്? സഹവർത്തിത പഠനമെന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൊളാബറേറ്റീവ് ലേണിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്: വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ്? വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം ഏതാണ്? CMAT, SIEMAT, SSK, SIET, SCRT. ഏതായിരിക്കും? വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും നടത്തുന്ന സ്ഥാപനം CMAT ആണ്. SIEMAT, CMAT. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ചിട്ടൊന്ന് പഠിക്കാം. എന്തായിരിക്കും? അതായത് നമ്മുടെ സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സംവിധാനം സജീവമായി നിലനിർത്തുന്നതിനും പുഷ്ടിപ്പെടുത്തുന്നതിനും നിലകൊള്ളുന്ന കുറേ ഏജൻസികളുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഒന്നാമത്തെ SCRT, രണ്ടാമത്തെ CMAT, മൂന്നാമത്തെ SIET, സൈറ്റ്, നാലാമത്തെ കൈറ്റ്, പിന്നെ ഏതാണ്? ഡയറ്റ് ഉണ്ട്, അതുപോലെ തന്നെ SSK ഉണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് നമുക്കൊന്ന് അറിഞ്ഞിരിക്കാം. ആദ്യത്തെയാണ് SCRT. SCRTയുടെ ഫുൾ ഫോം എന്താണ്? സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. SCRT ഫുൾ ഫോം എന്താണ്? സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സ്റ്റേറ്റ് കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷണൽ റിസർച്ച് ആൻഡ് ട്രെയിനിങ്. സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയം ഭരണ സ്ഥാപനമാണ് SCRT. സംസ്ഥാന സ്കൂൾ വിദ്യാഭ്യാസത്തിന് അക്കാദമിക നേതൃത്വം നൽകുന്ന സ്വയം ഭരണ സ്ഥാപനമാണ് ഏത്? SCRT. 1994 സ്ഥാപിതമായത്. എന്നാണ്? 1994, 1994, 1994 SCRT സ്ഥാപിതമായി. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനുമായ ഗവേണിംഗ് ബോഡിയാണ് SCRTയുടെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിക്കുന്നത് അല്ലെങ്കിൽ മേൽനോട്ടം വഹിക്കുന്നത്. ആരൊക്കെയാണ് SCRTയുടെ മേൽനോട്ടം വഹിക്കുന്നത്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാൻ, പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനും. ഓക്കെ, വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളുടെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുകയാണ് SCRTയുടെ പ്രധാന ചുമതല. SCRTയുടെ പ്രധാന ചുമതല എന്താണ്? വിദ്യാഭ്യാസ വകുപ്പിനുള്ളിൽ കീഴിലുള്ള, ഇമ്പോർട്ടൻ്റ് പോയിന്റ് ആണ്, വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളുടെ പാഠ്യപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുകയാണ് SCRTയുടെ പ്രധാന ചുമതലകൾ. ഇനി മറ്റു ചുമതലകൾ ഏതൊക്കെയാണ്? അധ്യാപകർക്കും കുട്ടികൾക്കുമായുള്ള കൈപുസ്തകങ്ങൾ തയ്യാറാക്കുക, അധ്യാപകർക്കുള്ള പരിശീലന പരിപാടികളുടെ കോർ SRGയുടെ ഫുൾ ഫോം എന്താണ്? സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ്. സ്റ്റേറ്റ് റിസോഴ്സ് ഗ്രൂപ്പ് സംഘടിപ്പിക്കുക. അടുത്ത പോയിന്റ്, മൂന്നാമത്തെ പോയിന്റ് ഇതാണ്: വിദ്യാഭ്യാസ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുക. നാലാമത്തെ പോയിന്റ്, വിവിധ പരീക്ഷകളുടെ, അതായത് SSLC, KTET, LSS, USS, etc. സിലബസ് തയ്യാറാക്കുക.
അപ്പോൾ SCERTയുടെ പ്രധാന ചുമതല എന്താണ്? വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള സ്കൂളുകളുടെ പാഠപദ്ധതിയും പാഠപുസ്തകങ്ങളും തയ്യാറാക്കുന്നതും. ഇനി മറ്റു ചുമതല എന്താണ്? അധ്യാപകർക്കും കുട്ടികൾക്കുമുള്ള കൈപ്പുസ്തകങ്ങൾ തയ്യാറാക്കുക, അധ്യാപകർക്കുള്ള പരിശീലന പരിപാടികളുടെ കോർ SRG സംഘടിപ്പിക്കുക, വിദ്യാഭ്യാസ ഗവേഷണങ്ങൾക്ക് നേതൃത്വം നൽകുക, വിവിധ പരീക്ഷകളുടെ സിലബസ്, അതായത് SSLC, KTET, LSS, USS തുടങ്ങിയവരുടെ സിലബസ് തയ്യാറാക്കുക. അടുത്തതാണ് CMAT, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ്. CMAT, SIEMAT, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ മാനേജ്മെൻറ്റ് ആൻഡ് ട്രെയിനിങ് 2005 ജൂലൈ 21 സ്ഥാപിതമായി. 2005 ജൂലൈ 21 സ്ഥാപിതമായി. വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട പരിശീലനങ്ങളും ഗവേഷണങ്ങളും പഠനങ്ങളും നടത്തുക എന്നതാണ് CMATൻ്റെ പ്രധാന ലക്ഷ്യം. ഇനി മറ്റ് പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദ്യാഭ്യാസ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഗവേഷണ പഠനങ്ങൾ നടത്തുക, പ്രൈമറി സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തലവന്മാർക്കുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക. ഇതൊക്കെയാണ് പ്രൈമറി സ്കൂൾ, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ തലവന്മാർക്കുള്ള, അതായത് ഹെഡ് മാസ്റ്റർക്കും പ്രിൻസിപ്പാൾക്കുള്ള പരിശീലന പരിപാടികൾ സംഘടിപ്പിക്കുക, വിദ്യാഭ്യാസ ഓഫീസർമാർക്കുള്ള ശാക്തീകരണ പരിപാടികൾ സംഘടിപ്പിക്കുക, വിദ്യാഭ്യാസ ഓഫീസുകളിലെ അഡ്മിനിസ്ട്രേറ്റീവ് ജീവനക്കാർക്കുള്ള മാനേജ്മെൻറ്റ് പരിശീലനം നടത്തുക, സ്കൂൾ മാനേജ്മെൻറ്റുമായി ബന്ധപ്പെട്ട സെമിനാറുകളൊക്കെ നടത്തുക. ഇനി അടുത്തതാണ് ഏത്? സൈറ്റ്, SIET, സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി. സ്റ്റേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് എഡ്യൂക്കേഷണൽ ടെക്നോളജി, സൈറ്റ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സൈറ്റ്. പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമാണ് സൈറ്റ്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനുമായ 16 അംഗ ബോർഡാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ചെയർമാനും പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറി വൈസ് ചെയർമാനുമായ 16 അംഗ ബോർഡാണ് ഇതിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത്. വീഡിയോ ഓഡിയോ പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കലും വിതരണം ചെയ്യലുമാണ് സൈറ്റിൻ്റെ പ്രധാന ചുമതല. വീഡിയോ ഓഡിയോ പ്രോഗ്രാമുകൾ, കമ്പ്യൂട്ടർ മൾട്ടിമീഡിയ തുടങ്ങിയ വിദ്യാഭ്യാസ സോഫ്റ്റ്വെയറുകൾ തയ്യാറാക്കലും വിതരണം ചെയ്യലുമാണ് എന്തിൻ്റെ ചുമതല? സൈറ്റിൻ്റെ ചുമതല. ഇനി മറ്റു പ്രവർത്തനങ്ങൾ ഇതൊക്കെയാണ്. പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കുക, പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കുക, ഓൺലൈൻ കോഴ്സുകൾ സംഘടിപ്പിക്കൽ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വികസിപ്പിക്കൽ, ചിൽഡ്രൻ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കൽ, പാഠ്യവിഷയങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കൽ. എന്തൊക്കെയാണ് മറ്റ് പ്രവർത്തനങ്ങൾ? പാഠപുസ്തകങ്ങളുടെ ഡിജിറ്റൽ ഉള്ളടക്കം തയ്യാറാക്കുക, ഓൺലൈൻ കോഴ്സുകൾ സംഘടിപ്പിക്കൽ, ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റുകൾ വികസിപ്പിക്കൽ, പിന്നെയോ ചിൽഡ്രൻ ഫിലിം ഫെസ്റ്റിവൽ സംഘടിപ്പിക്കൽ, പാഠ്യവിഷയങ്ങൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യാനുള്ള സൗകര്യമൊരുക്കൽ. ഇതൊക്കെ. ഇനി അടുത്തതാണ് കൈറ്റ്. കൈറ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ. എന്താണ് കൈറ്റിൻ്റെ ഫുൾ ഫോം? കേരള ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് ടെക്നോളജി ഫോർ എഡ്യൂക്കേഷൻ, കൈറ്റ്. സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലോ സർക്കാർ സഹായത്തോടെയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് ഏത്? കൈറ്റ്. എന്താണ്? സംസ്ഥാനത്തിൻ്റെ ഉടമസ്ഥതയിലോ സർക്കാർ സഹായത്തോടെയോ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ആധുനികവൽക്കരണത്തിന് പ്രോത്സാഹനം നൽകുക എന്ന ലക്ഷ്യത്തോടെ സ്ഥാപിക്കപ്പെട്ട സ്ഥാപനമാണ് ഏത്? കൈറ്റ്. എന്നാണ് കൈറ്റ് വന്നത്? 2001 മുതൽ ഉണ്ടായിരുന്ന IT അറ്റ് സ്കൂൾ എന്ന പ്രോജക്റ്റിനെയാണ് 2017 ഓഗസ്റ്റിൽ കൈറ്റാക്കി ഉയർത്തിയത്. അപ്പോൾ കൈറ്റ് വന്നത് 2017 2001 മുതൽ ഉണ്ടായിരുന്ന IT അറ്റ് സ്കൂൾ എന്ന പ്രോജക്റ്റിനെയാണ് 2017 ഓഗസ്റ്റിൽ കൈറ്റാക്കി ഉയർത്തിയത്. ഇനി കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ചില സംരംഭങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന്, സമേതം. കേരള സ്കൂൾ ഡാറ്റാ ബാങ്കാണ് സമേതം. ഏതാണ്? സമേതം, കേരള സ്കൂൾ ഡാറ്റാ ബാങ്ക്. അടുത്താണ് കൂൾ. കൈറ്റിൻ്റെ ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് സംവിധാനമാണ് കൂൾ. കൈറ്റിൻ്റെ ഓപ്പൺ ഓൺലൈൻ ലേണിംഗ് സംവിധാനമാണ് കൂൾ. അടുത്തത് ഹൈടെക് സ്കൂൾ. അടുത്തത് വിക്ടേഴ്സ്.
വിക്ടേഴ്സ് ചാനൽ 2006 ആരംഭിച്ചു. എഡുസാറ്റിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു. വിക്ടേഴ്സ് ചാനൽ 2006 ആരംഭിച്ചു. എഡുസാറ്റിൻ്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്നു. അടുത്തത് സമഗ്ര റിസോഴ്സ് പോർട്ടൽ. അടുത്തത് സ്കൂളുകളുടെയും കോളേജുകളുടെയും നവീകരണം. സമ്പൂർണ്ണ സ്കൂൾ മാനേജ്മെൻറ്റ് സൊല്യൂഷൻ 2010 ആരംഭിച്ചു. ഇനി അടുത്തത് സ്കൂൾ വിക്കി എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. പിന്നെ അടുത്തതുള്ളത് ലിറ്റിൽ കൈറ്റ്സ്. IT ക്ലബ്ബുകൾ പദ്ധതി 2018 ജനുവരി 22 ആരംഭിച്ചു. SCERTയുമായി സഹകരിച്ച് ICT പാഠപുസ്തകങ്ങൾ തയ്യാറാക്കൽ. ഇത്രയുമാണ് കൈറ്റിൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന സംരംഭങ്ങൾ. ഇനി അടുത്തതാണ് ഡയറ്റിൻ്റെ ഫുൾ ഫോം എന്താണ്? ജില്ലാ വിദ്യാഭ്യാസ പരിശീലന കേന്ദ്രമാണ് ഡയറ്റ്. 1986 വിദ്യാഭ്യാസ നയത്തിൻ്റെ ഭാഗമായി 1989 ഡയറ്റുകൾ സ്ഥാപിതമായി. ഡയറ്റ് വന്നത് എന്നാണ്? 1989 1989. 1992 14 ജില്ലയിലും ഡയറ്റുകൾ സ്ഥാപിച്ചു. അപ്പോൾ ഡയറ്റ് സ്ഥാപിതമായത് എന്നാണ്? 1989. 1992 ആയപ്പോഴേക്കും എല്ലാ ജില്ലകളിലും എന്തായി? ഡയറ്റ് സ്ഥാപിച്ചു. എലമെൻ്ററി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വികസിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് ഡയറ്റുകൾ സ്ഥാപിച്ചത്. എലമെൻ്ററി വിദ്യാഭ്യാസത്തിൻ്റെ ഗുണമേന്മ വികസിപ്പിക്കുക എന്ന പ്രാഥമിക ലക്ഷ്യത്തോടെയാണ് എന്ത് വന്നത്? ഡയറ്റ് സ്ഥാപിച്ചത്. ഡയറ്റിൻ്റെ ചുമതലകൾ ഇതാണ്. ജില്ലാതല റിസോഴ്സ് ഗ്രൂപ്പ് സജ്ജമാക്കൽ. പാദവാർഷികം, അർദ്ധവാർഷികം, വാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പർ നിർമ്മാണം. വാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പർ നിർമ്മാണം. SSK പദ്ധതിയുടെ ഭാഗമായി BRCയുടെ അക്കാദമിക ചുമതല. സബ് ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ തലങ്ങളിലുള്ള വിദ്യാലയങ്ങളുടെ അക്കാദമിക ചുമതല. വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഘട്ടത്തിലും നടപ്പാക്കുന്ന പദ്ധതികളുടെ ജില്ലാതല അക്കാദമിക ചുമതല. ഭിന്നശേഷിക്കാർക്കുള്ള അക്കാദമിക പിന്തുണ ഉറപ്പാക്കൽ. അപ്പോൾ ഡയറ്റിൻ്റെ ചുമതലകൾ ഏതൊക്കെയാണ്? ജില്ലാതല റിസോഴ്സ് ഗ്രൂപ്പ് സജ്ജമാക്കൽ, പാദവാർഷികം, അർദ്ധവാർഷികം, വാർഷിക പരീക്ഷകളുടെ ചോദ്യപേപ്പർ നിർമ്മാണം, SSK പദ്ധതിയുടെ ഭാഗമായ BRCയുടെ അക്കാദമിക ചുമതല, സബ് ജില്ലാ വിദ്യാഭ്യാസ ജില്ലാ തലങ്ങളിലുള്ള വിദ്യാലയങ്ങളുടെ അക്കാദമിക ചുമതല, വിദ്യാഭ്യാസ വകുപ്പ് ഓരോ ഘട്ടത്തിലും നടപ്പാക്കുന്ന പദ്ധതികളുടെ ജില്ലാതല അക്കാദമിക ചുമതല. പിന്നെയോ ഭിന്നശേഷിക്കാർക്കുള്ള അക്കാദമിക പിന്തുണ ഉറപ്പാക്കൽ. ആ പോയിന്റ് ഓർത്തിരിക്കണേ. ഭിന്നശേഷിക്കാർക്കുള്ള അക്കാദമിക പിന്തുണ ഉറപ്പാക്കൽ ഡയറ്റിൻ്റെ ചുമതലകളാണ്. ഇനി അടുത്തതാണ് SSK, സമഗ്ര ശിക്ഷ കേരള. SSK കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ സർവശിക്ഷ അഭിയാൻ്റെ തുടർച്ചയാണ് SSK. കേന്ദ്ര ആവിഷ്കൃത പദ്ധതിയായ സർവശിക്ഷ അഭിയാൻ SSAയുടെ തുടർച്ചയാണ് ഏത്? SSK. 2018 ആരംഭിച്ച SSK പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങൾക്ക് അക്കാദമികവും ഭൗതികവുമായ പിന്തുണ നൽകുന്ന സ്ഥാപനമാണ്. സ്ഥാപിച്ചത് എന്നാണ്? SSK 2018. 2018 മുതൽ ആരംഭിച്ച SSK പ്രീ പ്രൈമറി മുതൽ ഹയർ സെക്കൻഡറി വരെയുള്ള വിദ്യാലയങ്ങൾക്ക് അക്കാദമികവും ഭൗതികവുമായ പിന്തുണ നൽകുന്ന സ്ഥാപനമാണ്. ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലും പരിശീലനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു. ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലും പരിശീലനങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നു. സൗജന്യ പാഠപുസ്തകം 8ാം ക്ലാസ് വരെ, സൗജന്യ യൂണിഫോം എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നൽകുന്നു. സൗജന്യ പാഠപുസ്തകം 8ാം ക്ലാസ് വരെ, സൗജന്യ യൂണിഫോം എന്നിവ ഈ പദ്ധതിയുടെ ഭാഗമായി നടപ്പാക്കുന്നു. ഓരോ തലത്തിലും വിദ്യാലയ പിന്തുണ സംവിധാനം ഉറപ്പാക്കുകയാണ് പ്രോജക്റ്റിൻ്റെ ലക്ഷ്യം. ഓക്കെ, അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല. അതിനാൽ 1ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെപ്പോലെ ഭാഷാശേഷി നേടാൻ കഴിഞ്ഞില്ല. വികസനത്തിലെ ഏത് തത്വവുമായി ഇതിനെ ബന്ധപ്പെടുത്താം? ജന്മന അംഗവൈകല്യമുള്ള കുട്ടി നഴ്സറി ക്ലാസ്സിൽ പോയിരുന്നില്ല. അതിനാൽ 1ാം ക്ലാസ്സിൽ എത്തിയപ്പോൾ മറ്റു കുട്ടികളെപ്പോലെ ഭാഷാശേഷി നേടാനായിട്ട് കഴിഞ്ഞില്ല. വികസനത്തിലെ ഏത് തത്വവുമായി ഇതിനെ ബന്ധപ്പെടുത്താമെന്ന്
എന്തായിരിക്കാം? ഓപ്ഷൻസ് ഇതാണ്. വികസനം ക്രമീകൃതമാണ്, വികസനം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു, വ്യത്യസ്ത ശരീരഭാഗങ്ങൾക്ക് വികസനം വ്യത്യസ്ത നിരക്കിൽ നടക്കുന്നു, വികാസ മേഖലകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഏതായിരിക്കും ആൻസർ? ആൻസർ എന്താണ്? വികാസ മേഖലകൾ എങ്ങനെയാണ്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ. അങ്ങനെയെങ്കിൽ എന്തായിരിക്കും ഈ വികാസ തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ? വികാസ തത്വങ്ങൾ എന്ന് വെച്ചാൽ ഒന്നാമത്തെ പോയിന്റ് ഇതാണ്. വികാസം അനുസ്യൂതമാണ്. വികാസം ഒരു അനുസ്യൂത പ്രക്രിയയാണ്. ഗർഭധാരണം മുതൽ മരണം വരെ ഒരു വ്യക്തിയിൽ തുടർച്ചയായി പരിവർത്തനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതാണ് വികാസം. വികാസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഗർഭധാരണം മുതൽ മരണം വരെ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഏത്? വികാസം. വികാസം ഗതി നിയമം പാലിക്കുന്നു. വികസനത്തിൻ്റെ കാര്യത്തിൽ ഒരു പിന്തുടർച്ചാ ക്രമം കാണാനായിട്ട് കഴിയും. സാധാരണ അനുവർത്തിച്ചു വരുന്ന 2 വികാസ ക്രമങ്ങളാണ്. ഒന്നാമത്തെ, ശാരീരിക വികാസത്തിൽ തല മുതൽ പാദം വരെ എന്ന ക്രമം പാലിക്കപ്പെടുന്നു. സെഫാലോ കോഡൽ സീക്വൻസ്. ഒന്നാമത്തെ വികാസക്രമം ഏതാണ്? ശാരീരിക വികാസത്തിൽ തല മുതൽ പാദം വരെ എന്ന ക്രമം. രണ്ടാമത്തെ, വികാസത്തിൽ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക് എന്ന ക്രമം. ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക്. സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം, പ്രോക്സിമോ ഡിസ്റ്റൽ ഡയറക്ഷൻ. 2 തരത്തിലുള്ള വികാസക്രമങ്ങളാണ്. ഒന്നാമത്തെ ഏതാണ്? തലയിൽ നിന്ന് പാദം വരെ. പിന്നെയോ ശരീരമധ്യത്തിൽ നിന്ന് വശങ്ങളിലേക്ക്. അതിനെന്തെന്ന് വിളിക്കുന്നത്? സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം. എന്താണ്? സാമീപ്യ ദൂരസ്ഥ ദിശാക്രമം, പ്രോക്സിമോ ഡിസ്റ്റൽ ഡിറക്ഷൻ. ഇനി മൂന്നാമത്തെ തത്വം ഏതാണ്? വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ്. ആദ്യമാദ്യം ഉണ്ടാകുന്ന വികാസങ്ങൾ ഒന്നു ചേർന്ന് സഞ്ചിത രൂപമാകുന്നത് കൊണ്ടാണ് തുടർന്നുള്ള വികാസം സാധ്യമാകുന്നത്. വികാസം സഞ്ചിത സ്വഭാവത്തോടു കൂടിയതാണ്. ആദ്യം ഉണ്ടാകുന്ന വികാസങ്ങൾ ഒന്നു ചേർന്ന് സഞ്ചിത രൂപമാകുന്നത് കൊണ്ടാണ് എന്തുണ്ടാവുന്നത്? തുടർ വികാസം സാധ്യമാകുന്നത്. അടുത്ത പോയിന്റ് ഇതാണ്. വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. എന്താണ്? വികാസം സാമാന്യത്തിൽ നിന്ന് വിശേഷത്തിലേക്ക് കടക്കുന്നു. അടുത്തത്, വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. വികാസം പാരമ്പര്യത്തെയും പരിസരത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വികാസം പരിപക്വനത്തെയും പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. വികാസം പരിപക്വനം എന്ന് വെച്ചാൽ മെച്ചുറേഷൻ, പഠനത്തെയും ആശ്രയിച്ചിരിക്കുന്നു. അടുത്തത് എന്താണ്? വികാസക്രമം രേഖീയമല്ല, മറിച്ച് എങ്ങനെയാണ്? ചാക്രികമാണ്. നമ്മൾ പറഞ്ഞു അല്ലേ, ഒരു സ്റ്റെപ്പ് അടുത്ത സ്റ്റെപ്പ് അങ്ങനെയാണ് പോകുന്നത്, ചാക്രികമാണ്. വികാസം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസം എങ്ങനെയാണ്? പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. വികാസം പ്രവചനീയമാണ്. വികാസം പ്രവചനീയമാണ്. വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. വികാസത്തിൻ്റെ ഗതിയിൽ വ്യക്തി വ്യത്യാസം ഉണ്ടായിരിക്കും. വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങൾ ഉണ്ട്. എന്താണ്? വികാസത്തിൽ ചില നിർണായക ഘട്ടങ്ങൾ ഉണ്ട്. അടുത്ത ചോദ്യം ഇതാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു മാർഗമാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത് എല്ലാം തന്നെ ഉണ്ട് കേട്ടോ. സാങ്കേതിക സമീപനം, ബഹു ഇന്ദ്രിയ സമീപനം, വ്യക്തിഗത ബോധന സമീപനം. ഏതൊക്കെയാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് ഉപയോഗിക്കുന്നത്? സാങ്കേതിക സമീപനം, ബഹു ഇന്ദ്രിയ സമീപനം, വ്യക്തിഗത ബോധന സമീപനം. ശാരീരികമായോ ബുദ്ധിപരമായോ വികസനപരമായോ സാമൂഹികമായോ കാരണങ്ങളാൽ സമപ്രായക്കാരെക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ആവശ്യമായവരാണ് ആര്? പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികൾ. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, CWSN. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്, CWSN
എങ്ങനെയാണ് ആ കുട്ടികൾ? അതായത് ശാരീരികമായോ ബുദ്ധിപരമായോ വികസനപരമായോ സാമൂഹികമായോ കാരണങ്ങളാൽ സമപ്രായക്കാരേക്കാൾ കൂടുതൽ ശ്രദ്ധയും പരിഗണനയും ആവശ്യമായവരെയാണ് നമ്മൾ എന്ന് വിളിക്കുന്നത് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളെന്ന് പറയുന്നത്. ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ്, CWSN. ഇനി പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പ്രത്യേകതകൾ എന്തൊക്കെയായിരിക്കാം? വളർച്ചാഘട്ടത്തിൽ താമസം വരുന്നു, ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ട്, വൈകാരിക വ്യവഹാര മേഖലകൾ പരിമിതികൾ, പഠന മേഖലയിലെ പ്രയാസം, പൊതുവേദിയിൽ ആത്മവിശ്വാസക്കുറവ്. എന്തൊക്കെയാണ് പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ പ്രത്യേകതകൾ? വളർച്ചാഘട്ടത്തിൽ എങ്ങനെയാണ്? താമസം വരുന്നു, ആശയവിനിമയത്തിൽ ബുദ്ധിമുട്ട്, വൈകാരിക വ്യവഹാര മേഖലകൾ പരിമിതികൾ, വൈകാരിക വ്യവഹാര മേഖലകളിൽ പരിമിതികൾ, പഠന മേഖലകളിലെ പ്രയാസം, പൊതുവേദിയിൽ ആത്മവിശ്വാസക്കുറവ്. ഇനി ഭിന്നശേഷിക്കാരുടെ അവകാശ സംരക്ഷണത്തിനായിട്ട് ദേശീയ തലത്തിൽ ചില സംരക്ഷണ നിയമങ്ങളും ആക്റ്റുകളൊക്കെ ഉണ്ട്. അതാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഭിന്നശേഷിക്കാർക്കുള്ള അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള ഒരു ആക്റ്റാണ് ഏത്? PWD ആക്റ്റും അതുപോലെ തന്നെ RCI ആക്ട്, മെൻ്റൽ ഹെൽത്ത് ആക്ട്, നാഷണൽ ട്രസ്റ്റ് ആക്ട്. അപ്പോൾ ഇതെന്താണെന്നും കൂടി ഈ ക്ലാസ്സിൽ പഠിക്കാം. ആദ്യത്തെയാണ് PWD ആക്ട്. PWD ആക്ട് എന്നാണ്? 1995, 1995 പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട്. PWD ആക്ടിൻ്റെ ഫുൾ ഫോം എന്താണ്? PWD പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട്. ഈ ആക്ട് ആർക്ക് വേണ്ടിയിട്ടുള്ളതാണെന്നാണ് നമ്മൾ പറഞ്ഞത്? ഭിന്നശേഷിക്കാരുടെ തുല്യ അവസരത്തിനും അവകാശ സംരക്ഷണത്തിനും പൂർണ്ണ പങ്കാളിത്തത്തിനുമുള്ള ഒരു ആക്റ്റാണ് ഏത്? PWD ആക്ട് 1995 വന്നു. 7 വിധത്തിലുള്ള വൈകല്യങ്ങളാണ് ഈ ഒരു ആക്റ്റിൽ പരാമർശിക്കുന്നത്. ഒന്നാമത്തെ പൂർണ്ണാന്ധത, കാഴ്ചക്കുറവ്, ഭേദമായ കുഷ്ഠരോഗം, ചലനപരിമിതി, ശ്രവണ വൈകല്യം, ബുദ്ധിപരിമിതി, മാനസിക രോഗം എന്നിവയാണ് PWD ആക്ട് 1995 പരാമർശിച്ച വൈകല്യങ്ങൾ. ഏതൊക്കെയാണ് 7 വൈകല്യങ്ങൾ? പൂർണ്ണാന്ധത, കാഴ്ചക്കുറവ്, ഭേദമായ കുഷ്ഠരോഗം, ചലനപരിമിതി, ശ്രവണ വൈകല്യം, ബുദ്ധിപരിമിതി, മാനസിക രോഗം. ഓക്കെ. ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം 2016, അതായത് ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ട് 2016. PWD ആക്ട് 1995, ദ റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസേബിലിറ്റി ആക്ട് എന്നാണ്? 2016 ഭിന്നശേഷിക്കാരുടെ അവകാശ നിയമം 2016. മേൽപ്പറഞ്ഞ 7 വിഭാഗങ്ങൾക്ക് പുറമെ 14 പരിമിതികൾ കൂടി വൈകല്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിരുന്നു. അപ്പോൾ മൊത്തം 7 + 14 21. ഓക്കെ. ഇനി അടുത്തതാണ് RCI ആക്ട്. RCI ആക്ട് 1992, 1992. 1992 RCI ആക്ട് ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി 1986 ഒരു രജിസ്ട്രേഡ് സൊസൈറ്റിയായി ഡൽഹിയിൽ രൂപം കൊള്ളുകയും 1992 RCI എന്ന നിലയിൽ ഉയർത്തുകയും RCI ആക്ട് നിലവിൽ വരികയും ചെയ്തു. 2000 ഈ ആക്ട് ഭേദഗതി ചെയ്തു. എന്താണ്? ഭിന്നശേഷിക്കാരുടെ പുനരധിവാസം ലക്ഷ്യമാക്കി 1986 ഒരു രജിസ്ട്രേഡ് സൊസൈറ്റി എവിടെ വന്നു? ഡൽഹിയിൽ. പിന്നീട് 1992 RCI എന്ന നിലയിൽ ഉയർത്തുകയും RCI ആക്ട് നിലവിൽ വരികയും ചെയ്തു. 2000 ഈ ആക്ട് ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതാണ് മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987. മെൻ്റൽ ഹെൽത്ത് ആക്ട് 1987 മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും സംരക്ഷണത്തിനുമായി 1987 മെയ് 22 പാസ്സാക്കിയ നിയമമാണ് മെൻ്റൽ ഹെൽത്ത് ആക്ട്. മാനസിക രോഗം ബാധിച്ചവരുടെ ചികിത്സയ്ക്കും സംരക്ഷണത്തിനുമായിട്ടുള്ള ഒരു ആക്റ്റാണ് ഏത്? മെൻ്റൽ ഹെൽത്ത് ആക്ട്. മെൻ്റൽ ഹെൽത്ത് ആക്ട് 2017 ഏപ്രിൽ 7 ഭേദഗതി ചെയ്ത് മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കി. മെൻ്റൽ ഹെൽത്ത് കെയർ ആക്ട് 2017.
അടുത്തതാണ് നാഷണൽ ട്രസ്റ്റ് ആക്ട് 1999 1999 നാഷണൽ ട്രസ്റ്റ് ആക്ട്. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുവിധ വൈകല്യം എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കാനായി 1999 ഡിസംബർ 30 നാഷണൽ ട്രസ്റ്റ് ആക്ട് പാർലമെൻറ്റ് പാസാക്കി. ഓട്ടിസം, സെറിബ്രൽ പാൾസി, ബുദ്ധിമാന്ദ്യം, ബഹുവിധ വൈകല്യം എന്നീ വിഭാഗത്തിൽപ്പെടുന്നവരുടെ ക്ഷേമം ഉറപ്പാക്കാനായി 1999 ഡിസംബർ 30 നാഷണൽ ട്രസ്റ്റ് ആക്ട് പാർലമെൻറ്റ് പാസ്സാക്കി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കേട്ടോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.